വെള്ളം ചോദിച്ചിട്ട് എത്ര നേരം ഇത് മിണ്ടാപ്പാണിയേ വെള്ളം കൊണ്ടുവന്നടി. എത്ര നേരം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ച കുറച്ചുണ്ട്. ഇതെന്താടി ചൂടുവെള്ളോ? നീ ഇത് മനപ്പൂർവ്വം എനിക്ക് കൊണ്ടുവന്നറിയാം. ചൂടുവെള്ളം തന്ന് എന്റെ നാക്ക് പൊളിച്ച് നിന്നെ പോലെ ഊമയൊക്കെ നോക്കണം. നീ എന്താടി എന്റെ ഊമയൊക്കെ നോക്കണം? ഇനി പറഞ്ഞില്ലേ ഈ ചൂടാന്റെ മോത്തൊഴിക്കും ഞാൻ. ചൂടില്ലാണല്ലോ നീ മനപ്പുറം ചെയ്തോ നേടി മുണ്ടരുത്. എന്റെ മുമ്പിൽ പത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്നോട് എന്താണെന്നാ? ഞാന് ഇത്തിരി കുടിക്കാൻ വെള്ളം ചോദിച്ചു. അവളൊക്കെ ചൂടുവെള്ളം കൊണ്ട് തന്നെ, അതും തിളച്ച വെള്ളം. ഇതെന്നെ വായ കൊള്ളൂലേ? നാക്ക് വലിക്കഴിഞ്ഞാല് അവളെ പോലെ ഞാനും പറയണം. അതിനുവേണ്ടി മനപ്പൂർവ്വം ചേട്ടാണ്. അവളെന്തായാലും അങ്ങനെ ചെയ്യൊന്നുമില്ല. സത്യോട്ട് നീ നോക്കുന്നത്. തിളച്ച വെള്ളം ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടുള്ളൂ. അതിപ്പോ ഇത്ര നേരം ചൂടാറിയതായിരിക്കുള്ളൂ. പിന്നെ ഇത്ര നേരം അവിടെ മനപ്പൂർവ്വം ചെയ്തതാണ് ചൂടുവെള്ളം കൊണ്ടുവന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നീ വീട്ടില് വേണ്ട. ഇവിടെ നീയേ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അവള് ഞാൻ വടം നിൽക്കട്ടെ. ഈ ഉമ്മപ്പെണ്ണിനെടുത്താലേ കാമ്പത്തോയി പോയി. അത് നടക്കൂല അമ്മേ. അതെന്തുകൊണ്ട് നടക്കൂല? അവളെന്റെ ഭാര്യയാണ്, അതുകൊണ്ട് നടക്കൂല. നിനക്കപ്പ എന്നേക്കാൾ വലുതാണ് ഈ മിണ്ടപ്രാണി. അമ്മേ, അമ്മയുടെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞാണ് ഈ കല്യാണ കേസായിട്ട് വന്നപ്പ എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ അമ്മക്കായിരുന്നു നിർബന്ധം. എന്താണ് കുറെ തീവ്രം കിട്ടുമായിരുന്നു. ഇപ്പൊ അവളുടെ കാശെല്ലാം എടുത്ത് നമ്മുടെ കടവും കാര്യങ്ങളെല്ലാം നിർത്താൻ കാശിന് തീർന്ന് ഇപ്പൊ അവളെ കണ്ടിട്ടാ കണ്ടൂടാ. അങ്ങനെ കാശ് കാണുമ്പം അങ്ങാട് കാണുന്ന സ്വഭാവം എനിക്കില്ലാമേ. എനിക്കിപ്പോ അവളെ ഉപേക്ഷിക്കാൻ പറ്റൂല. എനിക്കിവിടെ അത്രക്ക് ഇഷ്ടമുള്ളൂ. കാര്യം ശരിയാണ്, അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ മിണ്ടാപ്രാണി. പക്ഷേ അവൾക്ക് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അറിയാമേ. സത്യസന്ധമായിട്ടാണ് അവളെന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം കണ്ടില്ല എന്ന് വെക്കാനായിട്ടേ ഞാൻ അത്രക്ക് മണ്ടനൊന്നുമല്ല. പിന്നെ അമ്മക്കിപ്പോ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ മതിയാവുന്നുണ്ടെങ്കിൽ അവള് മാത്രമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂല. പോകുമ്പേ കൂടെ ഞാനും ഉണ്ടാവും. എന്ത് വേണോന്ന് അമ്മ ഒന്ന് ആലോചിക്കേ. പാടി. അതെ, ഇവിടെ ഈ മകൻ പറഞ്ഞതല്ലേ ശരി. അവൾക്ക് സംസാരിക്കാൻ കഴിവില്ലായിരിക്കാം, പക്ഷേ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവൾക്കുണ്ട്. അങ്ങനെയുള്ള ആ ഭാര്യയെ അവൻ കൈവിട്ട് കളയുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.